നമ്മള് കഴിഞ്ഞ ടിപ്പ് ഷെയർ ചെയ്തതില് എങ്ങനെയാണ് വേനൽക്കാലത്ത് എണ്ണ തേച്ച് കുളിക്കേണ്ടതെന്നുള്ള രീതി പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തേച്ച് എല്ലാവരും കുളിക്കാറുണ്ട്. പക്ഷെ വേനൽക്കാലത്ത് നമ്മൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി, നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു കൂളിംഗ് കിട്ടും. അതിൽ വളരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ എണ്ണ തേച്ച് കുളിക്കുന്നതിൽ. പക്ഷെ ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഈ വേനൽക്കാലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആ ഒരു തണുപ്പ് നമ്മുടെ ശരീരത്തിന് ലഭിക്കും. എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മൾ തലയിലും മുഖത്തും മൊത്തം നമ്മൾ ഫുൾ ബോഡിയിൽ എണ്ണ തേക്കുക. അത് എള്ളെണ്ണയാണ് എണ്ണ തേച്ച് കുളിക്കാൻ നല്ലത്. നമ്മൾ തലയിൽ നമ്മൾ എന്തെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ തന്നെ തേക്കുക. ബാക്കി നമ്മുടെ ശരീരത്തിൽ എള്ളെണ്ണ തേക്കുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ കൈയുടെ ഉള്ളം കൈയിൽ എണ്ണ തേക്കുക, അതുപോലെ ചെവിയുടെ പുറകിൽ എണ്ണ തേക്കുക, കാലിനടിയിലും എണ്ണ തേക്കുക. എണ്ണ തേച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം കുളിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ എണ്ണ നമ്മുടെ ശരീരത്തിലേക്കൊന്ന് പിടിക്കാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുക. ഈ ചെവിയുടെ പുറകിൽ എണ്ണ തേക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെവിയുടെ പുറകിൽ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ കാലുകൾക്ക്, കാൽപാദങ്ങൾക്ക് നല്ല തണുപ്പ് കിട്ടും. അതുപോലെ നമ്മുടെ കാലിനടിയിൽ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല കുളിർമ കിട്ടും, കണ്ണിന് നല്ല തണുപ്പ് കിട്ടും. നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ നമ്മുടെ കൺട്രോളിലാവും, പരമാവധി ചൂട് കുറയും. പിന്നെ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് പല ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും നല്ല തിളക്കം, നമ്മുടെ സ്കിന്നിന്റെ തിളക്കം കൂടുകയും ചെയ്യും. എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മോയ്സ്ചറൈസർ ആണ്. അതില് നല്ല നമ്മുടെ സ്കിന്നിന്റെ ഈർപ്പം നിലനിർത്താൻ എണ്ണ തേച്ച് കുളി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും എണ്ണ തേച്ച് കുളിക്കുക. അപ്പൊ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വേനൽക്കാലത്ത് രാവിലെയും വൈകിട്ടും 2 നേരം കുളിക്കും. എണ്ണ തേച്ച് കുളിക്കുമ്പോൾ മാത്രം നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കണം. അല്ലാതെ നമ്മൾ സാധാരണ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മതി. ഇത് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് നല്ല തിളക്കമുള്ള സ്കിൻ കിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടിക്കഴിഞ്ഞിട്ട്. അതുപോലെ നമ്മൾ പരമാവധി വേനൽക്കാലത്ത് സോപ്പൊന്നും അധികം യൂസ് ചെയ്യാതെ പയറുപൊടിയോ അങ്ങനെയുള്ളത് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കുളിക്കുന്നതാണ് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് പൊതുവെ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ലൈക്ക് എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്താന്ന് വെച്ചാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ലെറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് സൈഡിൽ തന്നെയുള്ള ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇതുപോലുള്ള ടിപ്സുമായിട്ട് വീണ്ടും